വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അബ്നിയത്തുൽ മസ്വാദിർ എന്ന ബാബാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബാബിൻ്റെ തുടക്കത്തിൽ പറയേണ്ട ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഫഅല എന്ന ലാസിമായ സുലാസിയായ ഫിഅൽ, ലാസിമായ സുലാസിയായ ഫഅല എന്ന വസ്നിലുള്ള ഫിഅലിൻ്റെ മസ്ദർ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. 4 ബൈത്തുകളും അതിൻ്റെ ശറഹുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وفعل اللازم مثل كعدا له فعول باضطراد كغدا ما لم يكن مستوجبا فعلا أو فعلانا فدري أو فعلا فأول لذي امتناء كأبا والثاني للذي اقتضى تقلبا للدا فعال أو لصوت وشمل سيرا وصوتا الفاعل كسهل. അപ്പോൾ ഫഅല ലാസിമു, ലാസിമായ ഫഅല എന്ന വസനിലുള്ള സുലാസിയായ ഫിഅൽ, ഉദാഹരണം ഖഅദ, അതിന് ലഹു ഫുഊലുൻ, അതിൻ്റെ മസ്ദർ ഫുഊൽ എന്ന വസനിലായിരിക്കും. എങ്ങനെ? ഖഅദ പോലെ ഫഅല വസനിലുള്ള സുലാസിയായ ലാസിമ്, ഖഅദ ലാസിമായ ഫീലാണ് അല്ലേ? അവനെ ഞാൻ ഇരുന്നു എന്ന് പറയാറില്ല, അതിനെ ഞാൻ ഇരുന്നു എന്ന് പറയാറില്ല. അപ്പോൾ അതിൻ്റെ ഫുഊൽ വസനിലായിരിക്കും. ഖഅദ ഖുഊദ്. അതിൻ്റെ ഉദാഹരണമായിട്ട് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ള ഖഅദ, ഖഅദ, ഖദാർന്ന നാളെ എന്നല്ല, ഖദാർന്ന പോയി എന്ന് പറയില്ലേ, പോയി അല്ലേ? തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, ആ ഖദ, ആ ഖദ എന്നുള്ളത് കണ്ടോ, സുലാസിയാണ്, ഫഅല വസിലാണ്, ലാസിമാണ്. അതിൻ്റെ മസ്ദർ എങ്ങനെ ആയിരിക്കും? ഉദുവ്. ഫുഊൽ എന്നുള്ള വസിനിൽ ഉദുവ് അല്ലേ? ഉദുവൻ, തഗ്ദു ഖിമാസ വതറൂഹു ബിത്വാന. അപ്പോൾ രാവിലെ പോവുക, ഉദുവൻ എന്ന്. പക്ഷേ എപ്പോഴും അങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റൂല. മാലം യകുൻ മുസ്തൗജിബൻ ഫിആല. എന്നാൽ ചില ഈ വസനിലുള്ള ഫീലുകൾ ഫിആൽ എന്ന മസ്ദറിനെ കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരാതിരിക്കുമ്പോൾ, മാലം യകുൻ മുസ്തൗജിബൻ, ആ വസനിലുള്ള ഫീല് നിർബന്ധമാക്കാതിരിക്കുമ്പോൾ, ഫിആല് വസനിൽ മസ്ദറിനെ കൊണ്ടുവരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫഅലാന് മസ്ദറിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ, ഔ ഫുആല്. അപ്പോൾ ഫിആല്, ഫഅലാന്, ഫുആല് എന്നീ വസനുകളിൽ മസ്ദറിനെ കൊണ്ടുവരാതിരിക്കുമ്പോൾ അതിൻ്റെ മസ്ദർ എങ്ങനെ ആയിരിക്കും? ഫുഊല് എന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എപ്പോഴാണ് അപ്പോൾ ഫിആല് എന്നുള്ള വസനിൽ മസ്ദർ വരിക? എപ്പോഴാണ് ഫഅലാന് എന്നുള്ള വസനിൽ മസ്ദർ വരിക? എപ്പോഴാണ് ഫുഊല് എന്നുള്ള വസനിൽ ഫുആല് എന്ന വസനിൽ മസ്ദർ വരിക? അതാണ് പറയുന്നത്. ഫഅവ്വലുൻ, അപ്പോൾ ഒന്നാമത്തത്, അഥവാ ഫിആല് എന്ന വസനിൽ മസ്ദർ വരണമെങ്കിൽ ആ ഫിഅല് ലിദിംതിനായിൻ, ഒരു ഇംതിനായിനെ സൂചിപ്പിക്കുന്ന, ഒരു വിലങ്ങൽ, ഒരു വിലക്കിനെ സൂചിപ്പിക്കുന്ന ഫിഅലായിരിക്കണം. ഉദാഹരണം അബ, അബ എന്ന് പറഞ്ഞാൽ എന്താ? വിലങ്ങൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മസ്ദർ ഫിആല് എന്ന വസനിലായിരിക്കും. ഇബാ, അബ ഇബാ. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്ത്? സുലാസിയായ ഫഅല എന്ന വസനിലുള്ള ലാസിമായ ഫിഅല് അബ എന്ന ഇംതിനാഇൻ്റെ അർത്ഥം സൂചിപ്പിച്ചാൽ അതിൻ്റെ മസ്ദർ ഇബാ, ഫിആല് വസനിലായിരിക്കും. വസ്സാനി, രണ്ടാമത്തത്, അഥവാ ഫഅലാന് എന്ന വസനിൽ ഈ ഫിഅലിൽ നിന്ന് മസ്ദർ വരുന്നത് ലില്ലദി ഇഖ്തദാ തഖല്ലുബ, തഖല്ലുബ്, മാറി മറിയൽ എന്ന അർത്ഥത്തിൽ വന്നാലാണ്. മറിയലെന്നോ ചുറ്റലെന്നോ അല്ലെ, തിരിയൽ, ഉദാഹരണം മറിയലെന്നോ തിരിയലെന്നോ ഒക്കെ അർത്ഥം വരുമ്പോൾ, ഉദാഹരണം ത്വാഫ, ചുറ്റുക, അതൊരു തിരിച്ചിലാണ്. അപ്പോൾ തവഫാൻ എന്നായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ അർത്ഥം. അടുത്തത് പിന്നെന്താ ഉള്ളത്? ഫുആലാണ്. അത് ലിദ്ദാഇ ഫുആലുൻ, ദാ ഒരു എന്താ അർത്ഥം? ഒരു അസുഖം എന്ന അർത്ഥത്തിൽ ഈ ഫെയില് വന്നാൽ അപ്പോൾ അതിൻ്റെ മസ്ദർ ഫുആലായിരിക്കും. ഔലി സൗത്തിൻ, അല്ലെങ്കിൽ ഒരു ശബ്ദം എന്ന അർത്ഥത്തിൽ. ഓക്കെ, പിന്നെ
ഇപ്പം നാലെണ്ണം പറഞ്ഞത്. ഫുഊല് വസനിലായിരിക്കും മിക്കവാറും വരിക. പിന്നെ ഫിആല്, ഫഅലാന്, ഫുആല് എന്നുള്ള വസനിലും വരും. അപ്പോൾ 4 വസന് ഇപ്പോൾ നമ്മൾ കിട്ടിയല്ലോ. ഇനി 5-മതൊരു വസന്. അപ്പോൾ ഈ 4 വസനിന് പുറമെ 5-മതൊരു വസനെ പറയുകയാണ് ഫഈല് എന്ന വസനും ഇതേ ഫഅല എന്ന ഫിഇലിൻ്റെ മസ്ദറായിട്ട് വരാറുണ്ട്. അപ്പോൾ വശമില സൈറൻ വസൗത്തൻ. നേരത്തെ ഫുഊലിന് സൗത്ത് ഉണ്ടല്ലോ, അതേപോലെ ചില ശബ്ദങ്ങളുടെ അർത്ഥത്തിലുള്ള ഫീലിൻ്റെ മസ്ദറായിട്ട് വരാറ് ഫഈലാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേകപരമായ നടത്തം എന്ന അർത്ഥത്തിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകൂടി പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇങ്ങനെ സുലാസിയായ ലാസിമായ ഫഅല വസനിലുള്ള ഫീലിൻ്റെ മസ്ദർ എന്ന് പറയുന്നത് ഫുഊലാണ്. എന്നാൽ ഒരു ഇംതിനാഇനെ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ അതിൻ്റെ മസ്ദർ മിക്കവാറും ഫിആല് എന്ന വസനിലാണ് വരിക. തഖല്ലുബിനെ സൂചിപ്പിക്കുന്ന ഫിഇലാണെങ്കിൽ അതിൻ്റെ മസ്ദർ ഫഅലാന എന്ന വസനിലാണ് വരിക. അതുപോലെ ദാഇനെയോ സൗത്തിനെയോ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫുആല് എന്ന വസനിലാണ് വരിക. സൈറിനെയോ സൗത്തിനെയോ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ ഫഈല് എന്ന് വരും. അപ്പോൾ സൗത്തിനെ സൂചിപ്പിക്കുന്ന 2 തരത്തിലും വരും. അത് സാഹചര്യം അനുസരിച്ച് ഓരോ പദങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ആ ശറഹ് നമുക്ക് വായിക്കാം. യഅ്തി മസ്ദറു ഫഅല അല്ലാസിമി അലാ ഫുഊലിൻ ഖിയാസ. ഫഅല എന്ന വസനിലുള്ള ലാസിമായ സുലാസിയായ ഫിഇലിൻ്റെ മസ്ദർ ഫുഊല് എന്ന വസനിലാണ് വരിക എന്ന് ഖിയാസ നമുക്ക് പറയാൻ പറ്റും. ഫതഖൂലു ഖഅദ ഖുഊദ അദ ഗുദുവ ബക്കറ ബുക്കൂറ, അങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ. വഅശാറ ബിഖൗലിഹി മാ ലം യകുൻ മുസ്തൗജിബൻ ഫിആല ഇലാ ആഖിരിഹി ഇലാ അന്നഹു ഇന്നമാ യഅതി മസ്ദറുഹു അലാ ഫുഊൽ. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ ഫുഊൽ എന്നുള്ള വസനിൽ തന്നെയാണ് വരിക എപ്പോഴൊഴികെ ഇദാ ലം യസ്തഹിക അൻ യകൂന മസ്ദറുഹു അലാ ഫിആല് ഫഅലാന് ഫുആല്. ഫിആൽ എന്നോ ഫഅലാൻ എന്നോ ഫുആൽ എന്നോ വസനിൽ വരാൻ സാധ്യതയില്ലാത്തപ്പോൾ, അതിനർഹതയില്ലാത്തപ്പോൾ. അപ്പോൾ എപ്പോഴാണ് അതിന് അർഹത ഉണ്ടാവുന്നത് എന്നാണ് തുടർന്ന് പറയുന്നത്. ഫല്ലദി ഇസ്തഹഖ അൻ യകൂന മസ്ദറുഹു അലാ ഫിആൽ. ഫിആൽ എന്ന വസനിൽ തന്നെ മസ്ദർ വരേണ്ട ഫിഇലുകൾ ഏതാണ്? കുല്ലു ഫിഇലിൻ ദല്ല അലാ ഇംതിനാഇൻ. ഇംതിനാഇനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. ഉദാഹരണം അബാ ഇബാഅൻ, നഫറ നിഫാറ. നഫറ എന്നാൽ എതിർത്തു ഓടുന്നതിനാണ്. കുതിരകളൊക്കെ ഒട്ടകങ്ങളൊക്കെ അങ്ങനെ ഓടും, ഉടമസ്ഥനെ എതിർത്ത് ഓടുക, അതാണ് നഫറ നിഫാൻ. ഷറദ, അതും അങ്ങനെ തന്നെ, ഒളിച്ചോടുക, ഓടിപ്പോവുക, അതൊക്കെയാണ് അർത്ഥം. അതാണ് ഉദ്ദേശിച്ചത്. ഫഅവ്വലുൻ ലിദിംതിനാഇൻ എന്നുള്ള പദം എന്നുള്ള വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ ഫിആല് എന്ന വസനിൽ തന്നെ മസ്ദർ വരേണ്ട വെർബുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് വല്ലദി ഇസ്തഹഖ അൻ യകൂന മസ്ദറുഹു അലാ ഫഅലാൻ. ഫഅലാൻ എന്ന മസ്ദറിൽ തന്നെ ഫഅല എന്ന ഫീലിൻ്റെ മസ്ദർ വരേണ്ടത് കുല്ലു ഫീലിൻ ദല്ല അലാ തഖല്ലുബിൻ, മറിയൽ, തിരിയൽ എന്നർത്ഥമുള്ള. താഫ തവഫാനൻ, ജാല ജവലാനൻ, നസാ നസബാനൻ ഒക്കെ ഒരേ അർത്ഥമാണ്. തിരിയുക, തവാഫ് നടത്തുക നമ്മൾ പറയില്ല. താഫ തവഫാന, ചുറ്റുക, ജാല ചുറ്റുക ഒക്കെയാണ് അർത്ഥം. അതാണ്, അതിലേക്കാണ് സൂചന നൽകുന്നത്. വസാനി ലില്ലദി ഇഖ്തലാ തഖല്ലുബ. തഖല്ലുബിനെ സൂചിപ്പിക്കുന്ന ഫഅല എന്ന വസനിലുള്ള ഫിഅലുകൾ, ലാസിമായ ഫിഅലുകൾ. ഇനി വല്ലദി ഇസ്തഹഖ അൻ യകൂന മസ്ദറുഹു അലാ ഫുആൽ. ഫുആൽ എന്ന മസ്ദർ തന്നെ വരേണ്ട ലാസിമായ ഫഅല എന്ന വസനിലുള്ള ഫിഅലുകൾ ഏതൊക്കെയാണ്? കുല്ലു ഫിഅലിൻ ദല്ല അലാ ദാഇൻ ഔ സൗത്തിൻ. ഒരു ശബ്ദത്തെ സൂചിപ്പിക്കുന്ന, ഒരു അസുഖത്തെ സൂചിപ്പിക്കുന്ന ഫിഅല്. ഫമിസാലുൽ അവ്വലി. അപ്പോൾ അസുഖത്തെ സൂചിപ്പിക്കുന്നത് സഅല സുആലൻ, തല ചുറ്റി. സുക്കിമ സുക്കാമൻ, ജലദോഷമുണ്ടായി. മഷാബത്നുഹു മുഷാഅൻ, വയറിളക്കമുണ്ടായി. വമിസാലു സാനി, രണ്ടാമത്തത് അഥവാ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ഫീലുകൾ. നഅബൽ ഖുറാബു നുആബ, കാക്ക കരഞ്ഞു. നഅക റായി നുആക, വിളിക്കുക. ഈ ആട്ടിടയന്മാർ വിളിക്കുമല്ലോ, ഇങ്ങനെ അങ്ങനെ പല രൂപത്തിൽ വിളിക്കുമല്ലോ. അസ്സത്തിൽ ഖിദ്റു അസാസ, സോറി ഉസാസ, നുആക എന്നാണ്, നുആബ എന്നാണ്, നുആക എന്നാണ്, ഉസാസ്, പാത്രം ശബ്ദമുണ്ടാക്കുന്നതിന്. അപ്പോൾ അതിലേക്കാണ് സൂചന നൽകുന്നത്. ലിദ്ദാഇ ഫുആലുൻ ഔ ലിസൗത്തിൻ, ശബ്ദത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അസുഖത്തെ സൂചിപ്പിക്കുന്ന സുലാസിയായ
ഫഅല വസനിലുള്ള ലാസിമായ ഫിഅലുകൾ. ഇപ്പോൾ 4 വസനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് 5-മതൊരു വസന് കൂടിയാണ് വരുന്നത്. വശമില സൈറൻ വസൗത്തൻ അൽ ഫഈലു. ഇതേ വസനുള്ള ഫീലിൻ്റെ മസ്തറായിട്ട് ഫഈലി എന്ന വസന് വരും എന്നാണ് പറയുന്നത്. അന്ന ഫഈലൻ യഅതി മസ്തറൻ ലിമാ ദല്ല അലാ സൈരിൻ വലിമാ ദല്ല അലാ സൗത്തിൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ ശബ്ദം എന്ന അർത്ഥമുള്ള, അതല്ലെങ്കിൽ ഒരു തരം നടത്തം, അതിനെ സൂചിപ്പിക്കുന്ന. ഉദാഹരണം ദമല ദമീല, റഹല റഹീല എന്നൊക്കെയുള്ളത് അതാണ്, നടത്തത്തെ സൂചിപ്പിക്കുന്നതാണ്. വമിസാലുസാനി നഅബ നഈബ, നഅക നഈക, നഅബയുടെയും നഅകയുടെയും അസ്സയുടെയും ഒക്കെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. സഹലത്തിൽ ഖൈലു സഹീല എന്ന് പറഞ്ഞാൽ കുതിര ശബ്ദമുണ്ടാക്കുന്നതിനെയാണ്. ദമല എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ വേഗത്തിൽ എന്നാൽ ലയ്യനായി നടക്കുന്നതിനെയാണ് ദമീല എന്ന് പറയുക. റഹല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ പരിചയമുള്ള പദമാണ്. ഇപ്പോൾ ഈ ഒരു 4 കവിതകളിലൂടെ 4 ബെയ്ത്തുകളിലൂടെ അതിൻ്റെ ഷറഹിലൂടെ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. ഫഅല എന്നാണ് വസ്ന്, ലാസിമായ സുലാസിയായ ഫിഅലാണ്. പക്ഷേ അതിന് വരാൻ സാധ്യതയുള്ള മസ്തറുകൾ 5 രൂപത്തിലാണ്. 5 രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. ഒന്ന് ഫുഊല്, ബക്കറ ബുക്കൂറ, ഗദ ഗുദുവ. അടുത്തത് ഫിആല്, അബ ഇബാ. 3 ഫഅലാന്, ജാല ജവലാന. 4 ഫുആല്, നഅബൽ ഗുറാബ് നുആബ. 5 ഫഈല്, അതിൻ്റെ ഉദാഹരണമാണ് സഹലത്തിൽ ഖൈലു സഹീൽ. കാര്യങ്ങൾ കുറിപ്പ് കൃത്യമായിട്ട് എഴുതുക. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.